ഹായ് അസ്സലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇഷാദ് പാലക്കാട്. ഞാൻ മാത്രമല്ല നമ്മുടെ തക്കടോ ഉണ്ട്. തക്കടോ ഹലോ എവരിവൺ. നമ്മൾ എവിടെയുള്ള തക്കടോ? നമ്മള് കടമ്പുഴിപ്പുറം ഒരു അടിപൊളി പ്രദേശത്താണല്ലേ, വളരെ മനോഹരമായ പ്രദേശത്ത്. മനോഹരമായ പ്രദേശത്ത് മൊത്തം നല്ല റോഡ് സൈഡാണ് അല്ലേ, നല്ല അടിപൊളി ഒരു ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള ഒരു വലിയൊരു പ്രോപ്പർട്ടി അല്ലേ. ഒന്ന് അങ്ങോട്ട് നോക്കിയേ. ഈ കാണുന്ന ഒരു വീടും അതിനോട് ചേർന്ന് കിടക്കുന്ന വളരെ വിശാലമായ ഒരു പ്രദേശമാണ് നമുക്കിന്ന് കാണിക്കാനുള്ളത്. എന്തായാലും നമ്മൾ ആ പ്രോപ്പർട്ടിയുടെ അതിരൊക്കെ ഒന്ന് കണ്ടു നോക്കാം അല്ലേ. റോഡ് ഫ്രണ്ടേജ് നോക്കിക്കോ. ഇപ്പൊ ഈ റോഡിന്റെ ഈ ഇരുവശത്തും റബ്ബർ തോട്ടങ്ങൾ തന്നെയാണ് അല്ലേ, പക്ഷെ ധാരാളം വീടുകളും ഉണ്ട്. നമ്മളുള്ളത് കടമ്പഴിപ്പുറം പഞ്ചായത്തിലെ 12ാം വാർഡിലാണ് കേട്ടോ. ഈ 12ാം വാർഡിന്റെ ഇവിടെ ഈ ഒരു കടമ്പഴിപ്പുറം പഞ്ചായത്തിന്റെ ഈ ഒരു ഭാഗത്തുള്ള ഒരു പ്രത്യേകത എന്താ അറിയോ, വലിയ കഥകൾ പറയാൻ പറ്റുന്ന വലിയ ചരിത്രം ഉറങ്ങുന്ന വലിയൊരു മണ്ണാണ്. അതായത് വാല്യാങ്കുന്ന് ഭഗവതി ക്ഷേത്രം കേട്ടിട്ടുണ്ടാവും. നമ്മളെ പറയുപെറ്റ പന്തീരകുലം എന്ന് പറഞ്ഞൊരു പുസ്തകത്തിൽ അല്ലേ പഠിച്ചിട്ടുണ്ടാവും. സ്കൂളൊക്കെ പഠിക്കാണ്ട് പുസ്തകങ്ങൾ ലൈബ്രറിയിലൊക്കെ കിട്ടാറുണ്ട്. ആ ഒരു ദേശമാണിത്. അതായത് 4 ദേശങ്ങളടങ്ങിയ വലിയ പൂരം, വലിയ ഉത്സവം നടക്കുന്ന ഒരു എന്താ പറയാ, ഒരുപാട് പ്രസിദ്ധമായ ഒരു പ്രദേശമാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു പോസ്റ്റ് കാണുന്നുണ്ടോ, ഈ ഇലക്ട്രിക് പോസ്റ്റിന് കുറച്ച് മുന്നിൽ നമുക്ക് ഇവിടെ ഒരു പോസ്റ്റ് ഉണ്ട്. ഇതാണ് അതിര് വരുന്നത്. ഇവിടെ കരിങ്കല്ലിട്ട് കെട്ട് അങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ഇതാ കണ്ടില്ലേ, ഇവിടുന്ന് ഈ ഇടതൂർന്ന് കാണുന്ന റബ്ബർ മരങ്ങൾ ഏകദേശം ഒരു 5 വർഷം പ്രായം കാണും, അത്രേ കാണുള്ളൂ. അപ്പൊ നമ്മുടെ അതിരിതാ ഇവിടുന്ന് ഒരു തെളിഞ്ഞ ഇവിടെ താഴത്തെ ഇറങ്ങി ഒന്നുകൂടെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഇവിടുന്ന് ഇങ്ങനെ പോകും താഴെ വരെ. അപ്പൊ നമുക്ക് റോഡ് ഫ്രണ്ടേജ് എന്തുണ്ട്, അത്രയും ദൂരം നമുക്ക് റോഡ് ഫ്രണ്ടേജ് ഉണ്ട്. അപ്പൊ നമുക്ക് പ്ലോട്ടൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിലേ, അതായത് സ്ഥലങ്ങൾ മുറിച്ച് 5 സെന്റ് 10 സെന്റ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഇത്രയും ഭാഗം റോഡ് ഫ്രണ്ടേജ് കിട്ടും. നടുവിലൂടെ ഒരു റോഡ് നമ്മൾ പ്രൈവറ്റ് ഇട്ട് കഴിഞ്ഞാൽ 2 സൈഡിലെ സ്ഥലങ്ങൾ എന്ത് ചെയ്യാം, ചക്കച്ചോള പോലെ നമുക്ക് വിൽക്കാൻ പറ്റും അല്ലേ. ചക്കച്ചോളൊക്കെ നമ്മൾ പറിച്ച് വിൽക്കാൻ വെച്ചാൽ എന്ത് ചെയ്യും, പെട്ടെന്ന് ചിലവാകും. എന്താ കാരണം, നമ്മളൊക്കെ തൊലിച്ച് ചോള പറിച്ച് തിരുമ്പോൾ കയ്യിലൊക്കെ മുളഞ്ഞാവില്ലേ. അപ്പൊ പറിച്ച് ഭരണിയിലിട്ടാല് ചടപടാന്ന് കച്ചവടാവും അല്ലേ. എന്തായാലും അപ്പൊ ഇത്രയും റോഡ് സൗകര്യമുള്ള നമ്മൾ പറഞ്ഞല്ലോ. ഇനി നമുക്ക് ഇതിന്റെ അതിര്, രണ്ടാമത്തെ അതിര് അപ്പുറത്ത് ആ വീടിനോട് ചേർന്നൊരു മതിലുണ്ട്, അതാണ് അതിരുള്ളത്. അപ്പോൾ നമ്മൾ ധാരാളം സ്ഥലങ്ങൾ കാണിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ആളുകൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് റോഡുണ്ടോ, വഴിയുണ്ടോ, വണ്ടി വരും, വാഹനം വരാനുള്ള വീതി ഉണ്ടോ എന്നൊക്കെ ചോദിക്കാം. അങ്ങനെ ഒരു ഡൗട്ടേ ഇല്ല. വളരെ മനോഹരമായ പ്രദേശമാണ്. പിന്നെ വെള്ളത്തിനൊന്നും യാതൊരു ക്ഷാമല്ല. നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഏറ്റവും പുറകില് പാടശേഖരങ്ങളുടെ ഏറ്റവും പുറകില്, അപ്പൊ വെള്ളത്തിന് യാതൊരു ക്ഷാമില്ല എന്നാണ് ഈ പരിസരത്തൊക്കെ അന്വേഷിച്ചപ്പോൾ അറിയാൻ പറ്റിയത്. എന്തായാലും നല്ലൊരു വീടിന്റെ ഒരു പഴയൊരു വീടാണ്. അപ്പോൾ താമസയോഗ്യമാണ് കേട്ടോ, താമസിക്കാനൊക്കെ പറ്റും. എന്തായാലും നമ്മളൊരു ഇതിന്റെ അതിരിത ഇവിടെ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. ഇതെന്താ ഒരു പ്ലാവാണല്ലോ അല്ലേ, ചക്ക ഉണ്ടോ ഒന്ന് നോക്കിയാലോ അക്കടോ. ആഹാ, നമ്മള് ചക്കച്ചോളയുടെ കാര്യം പറയുമ്പോ ചക്കയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ. ഈ ചക്കയൊന്നും കണ്ടു നോക്കിയേ, എത്രത്തോളം ചക്ക ഉണ്ടെന്ന്. പ്ലാവ് നിറച്ച് ചക്കയുണ്ട് കേട്ടോ. നല്ല മണ്ണാണ് ഈ ഒരു പ്രദേശത്തൊക്കെ. നമ്മൾ എന്ത് അല്ലേ, ഒരുപാട് കൃഷി കർഷകർക്കുള്ള അവാർഡൊക്കെ വാങ്ങിച്ച ആളുകളൊക്കെ ഈ പരിസരത്തുണ്ട്. ഞാൻ നേരത്തെ പരിചയപ്പെട്ടിട്ടുണ്ട്. നമുക്കിത് ഈ ഒരു സൈഡിലുള്ള മതിൽ ഇതാണ്. മതിൽ ഇങ്ങനെ കരിങ്കൽ കെട്ട് പോയിട്ടുണ്ട്. ഇത് നേരെ താഴെ വരെ ഏറ്റവും ഒഴിഞ്ഞ പ്രദേശം എങ്ങനെയാണോ അതുവരെ നമുക്ക് പ്രോപ്പർട്ടി ഉണ്ട്. അപ്പൊ നമുക്ക് നടക്കാം, അതുവഴി നടക്കാം നമുക്ക്. ഇപ്പൊ വീടിന്റെ അകം നമ്മൾ കാണിക്കുന്നില്ല, ജസ്റ്റ് നമ്മളിപ്പോ നിലവിൽ താമസക്കാരുണ്ട്, അതുകൊണ്ട് തന്നെ അവരെ ബുദ്ധിമുട്ടാക്കണ്ട അല്ലെ. തെങ്ങ് കാണാനുണ്ടോ, 1 2 3 അല്ലേ, അത്യാവശ്യം കുറച്ച് നാളികേരൊക്കെ കാണാനുണ്ട്. ആഹാ, നിറച്ച് മാങ്ങയാണല്ലോ അല്ലേ, മാവ് നിറച്ച് മാങ്ങയാണ്. കല്ല് വെച്ചൊന്ന് എറിഞ്ഞാലാ, നല്ല വിശപ്പുണ്ട്, ചോറുണ്ണാത്തോണ്ട് അല്ലേ. ഇരണ വേണ്ട, ഇനി സമയം അത് കടിച്ച് കറിച്ച് സമയം പോകും. അപ്പൊ ശ്രദ്ധിച്ച് നടക്കണേ. നടക്കുമ്പോ താഴെ ചെറിയ കുഴിയൊക്കെ ഉണ്ട്, റബ്ബറിന് വളരാനൊക്കെ വേണ്ടിട്ടേ ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുഴിയൊക്കെ ചെയ്തിട്ടുണ്ടാവും. വെട്ടുകല്ലൊക്കെ എടുക്കാൻ പറ്റിയ പോലത്തെ മണ്ണാണ്, സൂപ്പർ മണ്ണാണ്. നിലവിൽ വീട് ആവശ്യത്തിനൊക്കെ കുറച്ച് വെട്ടുകല്ലൊക്കെ എടുത്തിട്ടുണ്ട് അല്ലേ. കാണുമ്പോൾ അറിയണ്ട്, സ്ഥലം കാണുമ്പോൾ നമുക്ക് അറിയണ്ട്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ 1.5 ഏക്കർ സ്ഥലമുണ്ട്. 1.5 ഏക്കർ സ്ഥലം എന്ന് പറയുമ്പോൾ 1 2 മിനിറ്റ് കൊണ്ട് കാണിച്ചു പോകാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ നമ്മൾ എന്താ അതിനൊരു പരിഹാരം, നമ്മുടെ സമയമില്ലാത്ത പ്രേക്ഷകർക്ക് എന്താ ഒരു പരിഹാരം? ഷോർട്ട് വീഡിയോസ് അല്ലേ. ഷോർട്ട് വീഡിയോ കാണിക്കില്ല, എനിക്ക് എന്തായാലും സമയമല്ല, എനിക്ക് എന്റെ പ്രേക്ഷകർക്ക് മുഴുവനായിട്ട് കാണിക്കണം. അപ്പൊ തക്കുടി ഷോർട്ട് വീഡിയോ ഒക്കെ ചെയ്യില്ലേ, സെറ്റ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഷോർട്ട് വീഡിയോ സമയമില്ലാത്ത ആളുകൾ ഇപ്പൊ തന്നെ സ്കിപ്പ് ചെയ്യാം. നമ്മൾ കുറെ നേരം ഉണ്ടാവും ഈ വീഡിയോ. 1.5 ഏക്കർ സ്ഥലം പറയുമ്പോൾ അത്യാവശ്യം നടക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് സമയമില്ലാത്ത ആളുകൾക്ക് നമ്മൾ ഇതേ പ്രോപ്പർട്ടി ഷോർട്ട് വീഡിയോ തക്കുടി ചെയ്യുന്നതായിരിക്കും അല്ലേ. ഇതാ ഇവിടെ നമ്മൾ നടക്കുമ്പോൾ തന്നെ ഒരു വഴി സ്റ്റെപ്പ് മനസ്സിലാവുണ്ടല്ലോ, ചെറിയ ചെറിയ സ്റ്റെപ്പ് താഴേക്ക് പോകുന്നുണ്ട്. കുറച്ചുകൂടെ അങ്ങോട്ട് ഇറങ്ങിയാൽ എന്താവും, ഒരേ നേരം സ്ഥലം കിട്ടും. ഇപ്പം ഇവിടുന്ന് അങ്ങോട്ട് ചാടണോ വേണ്ട, മെല്ലെ നടന്നാൽ മതി അല്ലേ. അപ്പോൾ ഇവിടുന്ന് ഇതാ ഈ ഒരു ഏകദേശം ഒരു 4-5 വർഷം പ്രായമുള്ള മരങ്ങളാണ്. 200-ലധികം മരങ്ങൾ കാണാനുണ്ട്. നല്ല കാറ്റുണ്ട് അല്ലേ.
ഉറങ്ങിപ്പോവും. ഇവിടെയൊക്കെ വെറുതെ മിണ്ടാതെ നിന്ന് ഉറങ്ങിപ്പോവും. അതുകൊണ്ട് പീസ്ഫുൾ ആയിട്ടുള്ള ഏരിയ. യെസ്, അങ്ങനെ ഡയലോഗുകൾ വരട്ടെ. നമ്മളെ ഈ ടൗണിൽ നിന്നുള്ള പൊല്യൂഷനോ അതുപോലെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അല്ലേ. വീട് വെച്ച് താമസിക്കാൻ അടിപൊളി ബെസ്റ്റ് സ്ഥലമാണ്. അപ്പോൾ നമുക്കിനി താഴത്തെ കുറച്ചുകൂടെ വേണമെങ്കിൽ ഇറങ്ങാം അല്ലേ. ഇവിടെ നിന്നുള്ളൊരു സീനറിയെ നമ്മൾ ഒരു വീടിൻ്റെ ഒക്കെ മുകളിൽ നോക്കിയാൽ മനസ്സിലാവും. അതിമനോഹരമായ കാഴ്ചകളാണ്. നമുക്ക് ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് അത് കാണിക്കാം. ഞാൻ പറഞ്ഞ ക്ഷേത്ര പരിസരം അല്ലേ, ഭഗവതി ക്ഷേത്രമാണ്. നേരെ തൊട്ടടുത്ത് തന്നെ ശിവ ടെമ്പിൾ ഉണ്ട്. പിന്നെ മിനി ഗുരുവായൂർ എന്ന് പറയുന്ന ഒരു സ്ഥലം ഇവിടെ ഉണ്ട്. ഒരു ശ്രീകൃഷ്ണ മിനി ഗുരുവായൂർ, ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രം. ഇവിടെ 2 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. പിന്നെ മെയിൻ ഹൈവേ അല്ലേ, നമ്മളെ പാലക്കാട് കോഴിക്കോട് ഹൈവേ. നോക്കി ഇറങ്ങണേ. ആ ഹൈവേയിലേക്ക് മെല്ലെ 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 വന്നോ. വീണ ഞാൻ പിടിക്കാം, പേടിക്കണ്ട. ഓടിക്കോ, ഓടി വന്നോ. ആ ബെസ്റ്റ്, സെറ്റ്. അപ്പോൾ വീണില്ല കേട്ടാ. പിന്നെ ഷുവല്ലിട്ടിരിക്കണേ, അതുകൊണ്ട് കുഴപ്പമില്ല. എന്താ പറയുക, പുല്ലിങ്ങനെ നിറഞ്ഞിരിക്കണേ. അപ്പോൾ പുല്ലിലൊക്കെ ജീവിക്കണ മിണ്ടാപ്രാണികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി, ഒന്നും ചെയ്യൊന്നുമില്ല നമ്മളെ. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ നോക്കുമ്പോൾ നല്ല കാറ്റ്, പറഞ്ഞ പോലെ അക്കടെ പറഞ്ഞ പോലെ നല്ല കാറ്റ്. പിന്നെ അതാ ഇവിടുന്ന് ഇങ്ങനെ പോവാണ്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കിടപ്പുവശം കണ്ടില്ലേ, ഇവിടുന്ന് ഇങ്ങനെ ചെറിയ ചെറിയ താഴ്ച ഉണ്ട്. പിന്നെ അങ്ങനെ അങ്ങോട്ട് പോകും. പ്ലോട്ട് ചെയ്യണമെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല, നേരെത്തിയിട്ട് പ്ലോട്ട് ചെയ്യുക. അതല്ല വലിയൊരു തോട്ടാക്കണമെങ്കിൽ അല്ലേ, റബ്ബർ ഇഷ്ടപ്പെടാത്തവർക്ക് റബ്ബർ മാറ്റി എന്ത് ചെയ്യാതെ ഇങ്ങനെ തന്നെ മേടിച്ചിട്ടാൽ അടിപൊളിയാണ്. കുറച്ച് കാലം കഴിയുമ്പോൾ റബ്ബർ വെട്ടി ഇല്ല അത്യാവശ്യം ഒരു നമ്മളെ കുടുംബം കഴിയാളൊക്കെ കിട്ടും. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ പോകണോ, ഈ സൈഡിൽ കൂടെ തന്നെ നടക്കാം അല്ലേ, അതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ കടമ്പഴിപ്പുറം ജംഗ്ഷനിൽ നിന്ന്, അതല്ലെങ്കിൽ മെയിൻ റോഡ്, നമ്മൾ ഒരു പെട്രോൾ പമ്പ് കാണും HP-യുടെ, അവിടുന്ന് ഇങ്ങോട്ട് ഒരു 1.5 കിലോമീറ്റർ ദൂരം ഉണ്ടാവുക കേട്ടോ. ആ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് 1.5 കിലോമീറ്റർ ദൂരം. ക്ഷേത്രം റോട്ടിൽ നിന്ന് നോക്കിയാൽ തന്നെ അതിൻ്റെ കവാടം കാണാനുണ്ട്. വളരെ അടുത്ത് തന്നെയാണ്. ഇനി നടക്കണോ അല്ലേ, വളരെ അടിപൊളി സ്ഥലം. അതെ. ഇനി ഇതാ ഇതിൻ്റെ താഴ്ച മനസ്സിലാവുന്നുണ്ടോ ക്യാമറമാൻ പ്ലീസ്? ഈ താഴത്തേക്ക് ഒന്ന് കാണിച്ചാൽ, നമ്മളിനി താഴ്ഭാഗം കാണിച്ചില്ല എന്ന് പറയണ്ട. ഇതാണ് ഇതിൻ്റെ അവസ്ഥ. അതായത് ഇങ്ങനെ ചെറിയൊരു സ്ലോപ്പ് മേലെ നിന്ന് നമ്മൾ റോട്ടിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ വരും അല്ലേ. ഇവിടെ ചെറിയ രീതിയിൽ ഞാൻ പറഞ്ഞില്ല, തടം ഒരു കുഴികളൊക്കെ എടുത്തിട്ടുണ്ട് റബ്ബറിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അതിര് അവിടെ ആ വീടിൻ്റെ തൊട്ടടുത്ത വീടിൻ്റെ അത് അങ്ങനെ പോയി അങ്ങനെ ആ ഭാഗത്തൊരു വെളിച്ചം കാണുന്നുണ്ട. അപ്പോൾ നമ്മൾ കുറേ അധികം നടക്കുന്നുണ്ട് അല്ലേ. ഇനി നടക്കാൻ ഒരുപാട് 1.5 ഏക്കർ വരെ 150 സെൻറ്റ് സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ നടന്ന് ഒരുപാട് ക്ഷീണിക്കണ്ട. അപ്പോൾ ഏകദേശം ഭാഗങ്ങളൊക്കെ ഒരുപോലെ തന്നെയാണ്. ഞാൻ പറഞ്ഞ പോലെ ചെറിയ ഈ ഒരു ഭൂമിയുടെ അളവ്, നമ്മൾ റോഡിൽ നിന്ന് വന്നപ്പോൾ നോക്ക്, അങ്ങോട്ട് നോക്ക് അല്ലേ, മെയിൻ റോഡ് അവിടെയാണ്. അവിടെ നിന്ന് ഇങ്ങനെ ചെറിയൊരു സ്ലോപ്പ് ഉണ്ടാവും, ഇങ്ങനെ താഴേക്ക്. എന്നാൽ വലിയ കുന്നോ ചെരുവല്ല, ചെറിയൊരു ചെരുവ് അല്ലേ, ചെറിയൊരു സ്ലോപ്പ്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ ആ താഴത്ത് കാണുന്ന അപ്പം അതിന് ആ സൈഡ് ഉണ്ട്, അവിടെ കരിങ്കൽ കിട്ടുന്നുണ്ട്, ആ വീടിൻ്റെ മതിൽ കരിങ്കൽ, അതന്നെ അതിര്. അവിടെ നിന്ന് അങ്ങനെ അതേ അളവിൽ പോകും. അതായത് സെൻറ്ററിലൂടെ വഴിയിട്ട അടിപൊളിയായിട്ട് ഒരു 10 സെൻറ്റ് അല്ലെങ്കിൽ 20 സെൻറ്റ് വെച്ചിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന പോലെയുള്ള അടിപൊളി പ്രോപ്പർട്ടിയാണുള്ളത്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയുടെ പ്രത്യേകത വളരെ കുറഞ്ഞ വിലയാണ്. കുറഞ്ഞ വില എന്ന് വെച്ചാൽ സാധാരണ രീതിയിൽ നമ്മൾ സ്ഥലങ്ങളൊക്കെ പ്ലോട്ട് ചെയ്ത് കൊടുക്കുമ്പോഴേ നമ്മൾ 1 ലക്ഷത്തിന് മുകളിലായിരിക്കും. 1.5 ലക്ഷം, 2 ലക്ഷം, 1.25 ലക്ഷം അങ്ങനെ. കടമ്പഴിപ്പുറത്തെ സംബന്ധിച്ച് ടൗണിൽ 1 സെൻറ്റ് സ്ഥലത്തിന് എന്താ വില അറിയോ? നമ്മൾ പറഞ്ഞ ചിലപ്പോൾ പ്രേക്ഷകർ ചീത്ത കളിക്കും. എന്നാലും പറയാം, ഒരു നഗ്ന സത്യം ഞാൻ പറയട്ടെ, 1 സെൻറ്റിന് 1 കോടി രൂപയ്ക്ക് വിറ്റ സ്ഥലങ്ങളുണ്ട്. പറഞ്ഞ് വിശ്വസിക്കുക. പാലക്കാട് ടൗണിലില്ല, വെറും 46 ലക്ഷം ഉള്ളൂ. പക്ഷെ ഒരു 1.25 സെൻറ്റ് സ്ഥലമൊക്കെ 1 കോടി രൂപയ്ക്ക് അവിടെ വിറ്റിട്ടുണ്ട്. പിന്നെ ആളുകൾ അതുപോലത്തെ വില വേണമെന്ന് പറഞ്ഞിരിക്കും. അപ്പോൾ ഇത് കേട്ടാൽ തന്നെ ചീത്ത വിളിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ സോറി, ചീത്ത വിളിക്കരുത്. നിങ്ങൾ ഡയറക്റ്റ് നമ്മുടെ കടമ്പഴിപ്പുറം ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് അവിടെ ബേക്കറികളൊക്കെ ഉണ്ട്, PK ബേക്കറി, പാരാമൗണ്ട്, അതിൻ്റെ ഓപ്പോസിറ്റ് ആ ഭാഗങ്ങളിലൊക്കെ ഒന്ന് അറിയാം. 1 സെൻറ്റ് സ്ഥലം തരുമെന്ന് ചോദിക്കുക ആരോടെങ്കിലും. അത്രയും വിലക്ക് വിറ്റ് പോയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മൾ അത്രയും വിലയുള്ള സ്ഥലം എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് 1.5 കിലോമീറ്റർ ദൂരത്തിൽ ഇത്ര വില ഉണ്ടാവുമെന്ന് ചിന്തിക്കേണ്ട. നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി ഉടമസ്ഥന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് വെറും 1 ലക്ഷത്തിൽ താഴെയാണ്. താഴെ എന്ന് വെച്ചാൽ വളരെ താഴെ. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുന്ന ആളുകൾ, അത് മുറിച്ച് വിൽക്കണം എന്നുള്ള ആളുകളൊക്കെ വാങ്ങിക്കുക. അപ്പോൾ പ്ലോട്ട് ചെയ്ത് 10 സെൻറ്റ് 5 സെൻറ്റ്, അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് 1 ലക്ഷത്തിന് 1.10 കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ കൃത്യമായിട്ടൊരു വില ഇപ്പോൾ പറഞ്ഞാൽ എന്താവും, അത് അവർക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് വാങ്ങിച്ചിട്ട് മുറിച്ച് കൊടുക്കുമ്പോൾ 1 ലക്ഷം 1.10 ആ രീതിയിലൊക്കെ കൊടുക്കാൻ പറ്റും അല്ലേ. അപ്പോൾ നമുക്ക് 1 ലക്ഷത്തിൽ താഴേക്ക് ഓണർ കൊടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അത് കറക്റ്റായിട്ടുള്ള എമൗണ്ട്, അതായത് ഒരു എത്ര രൂപ എന്ന് പറയാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ അത് വിളിക്കുമ്പോൾ പറഞ്ഞാൽ മതി, അങ്ങനെയാണ് പറഞ്ഞത്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഉടമസ്ഥൻ്റെ നമ്പറിൽ വിളിക്കുക. നിങ്ങൾ ഒന്നിച്ചാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. 150 സെൻറ്റ് സ്ഥലം, 1.5 ഏക്കർ. അപ്പോൾ ചിലപ്പോൾ അളക്കുമ്പോൾ കുറച്ച് കൂടുതലൊക്കെ ഉണ്ടാവും കേട്ടോ. കാരണം പഴയ അളവാണ്, തോട്ടി അളവൊക്കെ ഉള്ള കാലത്ത് അളന്നതാണ്. അപ്പോൾ ഇവിടുന്ന് കൊതു കടിക്കണ്ടോ അല്ലേ? ചെറിയ രീതിയിൽ ഇല്ല, അപ്പോൾ എന്തോ കടിച്ച പോലെ എനിക്ക് തോന്നി. ഓക്കെ. അപ്പോൾ എന്തായാലും പിന്നെ നടന്ന് തളർന്നു അല്ലേ. ഇനി അങ്ങോട്ട് പോകണോ, റോട്ടിലേക്ക് പോകണോ? വേണ്ടല്ലോ,
ഇവിടെ തന്നെ അതിൻ്റെ പി അല്ലേ? അപ്പോൾ നമ്മൾ കടമ്പഴിപ്പുറം പഞ്ചായത്തിലെ പിന്നെ ഇതിൻ്റെ പരിസരത്തുള്ള സ്ഥലങ്ങളൊക്കെ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാണിക്കാം കേട്ടോ. തീർച്ചയായിട്ടും വീഡിയോ നമ്മൾ ബൈ ബൈ പറഞ്ഞ് ഓടിപ്പോവല്ലേ. ബൈ ബൈ പറഞ്ഞാലും നമ്മളൊന്ന് ഈ പരിസരമൊക്കെ, അതായത് ഇവിടെ ഈ സ്ഥലത്ത് ഒരു വീട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ എങ്ങനെയായിരിക്കും ഒരു ലൊക്കേഷൻ, ഒരു കാഴ്ച, അത് നമ്മൾ കാണിക്കണം നമ്മൾ പ്രേക്ഷകരെ. അപ്പോൾ സമയമുള്ളവർക്ക് കാണാം കേട്ടോ, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. സമയമുള്ളവർക്ക് വീഡിയോ നമ്മൾ ബൈ ബൈ പറഞ്ഞാലും കാണാം. നിങ്ങൾക്ക് അതിന് മുകളിൽ കയറിയിട്ട് ഞങ്ങളതിന് മുകളിൽ കയറിയിട്ട് ഒരു വീഡിയോ എടുക്കുന്നുണ്ട്, അതൊക്കെ കാണാം. ഓക്കെ, മോർ ഡീറ്റെയിൽസ് എന്താ? അപ്പോൾ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, അതെ, കമന്റുകൾ രേഖപ്പെടുത്താം. നമ്മൾ 1 കോടി രൂപയുടെ സ്ഥലം എന്നൊക്കെ പറഞ്ഞു അവിടെ കടമ്പഴിപ്പുറം ജംഗ്ഷനിൽ, അപ്പോൾ അതില്ലാന്നൊന്നും പറഞ്ഞിട്ട് അതൊക്കെ കമന്റിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ചീത്ത വിളിക്കലെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ വേറെ മോർ ഡീറ്റെയിൽസ് ഒക്കെ വിളിക്കുമ്പോൾ വാട്സപ്പിലോ അല്ലെങ്കിൽ കോൾ ചെയ്യുമ്പോഴോ പറയും, കൃത്യമായിട്ടുള്ള എമൗണ്ട് പറയും. നിങ്ങൾക്ക് 1 ലക്ഷത്തിൽ താഴേന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ അല്ലേ? 1.5 ഏക്കർ സ്ഥലമുണ്ട്, വീട് ഞാൻ കാണിച്ചില്ല, വാടകക്കാരുണ്ട്, അതുകൊണ്ടാണ് കാണിക്കാത്തത്. പിന്നെ വീട് അത്യാവശ്യം താമസിക്കാൻ യോഗ്യമായ വീട് തന്നെയാണ് അല്ലേ? അപ്പോൾ നമ്മൾ ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം നമ്മൾ സ്ഥലങ്ങൾ വിൽക്കുമ്പോൾ വാങ്ങുമ്പോഴും ഓണറിൽ നിന്ന് നമ്മൾ എത്ര ശതമാനം അടിക്കുക? 2% വാങ്ങിക്കുക അല്ലേ? ബയ്യറിൽ നിന്ന് നമ്മൾ 1%, ഇങ്ങനെയാണ് നമ്മൾ കമ്മീഷനായിട്ട് വാങ്ങിക്കാറുള്ളത്. ഓക്കെ, ആ കാര്യം ആരും മറക്കരുത് അല്ലേ? മറക്കാതിരിക്കാൻ നമ്മൾ എല്ലാ വീഡിയോയിലും ഓർമ്മപ്പെടുത്താറുണ്ട്. എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ. പോവല്ലേ കേട്ടാ, ആ പരിസരം ഒന്ന് കണ്ടിട്ട് പോവുക. എന്തൊരു ഭംഗിയാണെന്ന് നോക്കിയേ. നമ്മളെ പ്രോപ്പർട്ടിയുടെ ആ പരിസര പ്രദേശങ്ങളിലാണ് ഐശ്വര്യമായിട്ടൊരു ടെമ്പിൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ലേ? നമ്മൾ പറഞ്ഞ വയലാങ്കുന്ന് ഭഗവതി ക്ഷേത്രം. പ്രൈവറ്റ് പന്തീരംകുലം വായിച്ച ആളുകൾക്കൊക്കെ ഈ ക്ഷേത്രം അതിൻ്റെ പിക്ചേഴ്സൊക്കെ നല്ല പരിചിതമാണ്. അപ്പോൾ വീട് വെച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എല്ലാ തരത്തിലും, അതായത് അതിമനോഹരമായ ഉത്സവങ്ങൾ പൂരം നടക്കുന്ന ഒരു നാടാണ് കേട്ടോ. ഗജവീരന്മാരൊക്കെ അണിനിരുന്നു കൊണ്ട് അല്ലേ, അതിഗംഭീരമായൊരു പടിക്കെട്ട് നേരെ പാടത്തേക്ക് നിങ്ങൾക്ക് കാണാൻ കഴിയില്ലേ? ആ പടിക്കെട്ട് ഇറങ്ങി അത് ആനയൊക്കെ വരുന്ന വഴിയാണിത്. വരിയായി നിരനിരയായി നെറ്റിപ്പട്ടം ചൂടി വരുന്ന ആ ഒരു കാഴ്ച ഉത്സവ സീസണിൽ പോയി നമുക്ക് കാണാൻ കഴിയും. എന്തായാലും നമ്മുടെ പ്രോപ്പർട്ടിയുടെ മുകളിൽ നമ്മുടെ പ്രോപ്പർട്ടിയിൽ ഒരു വീടൊക്കെ വെച്ചിട്ട് നമ്മൾ പുറത്തോട്ട് നോക്കുകയാണെങ്കിൽ കാണുന്ന കണ്ണിന് കുളിരും, അതുപോലെ കണ്ണിന് മാത്രമല്ല കരളിന് വരെ കുളിരേകുന്ന കാഴ്ചകളാണ് നമുക്ക് ചുറ്റും കണ്ണോടിച്ചാൽ കാണാൻ കഴിയുക. അടിപൊളി ഒരു കുളമല്ലേ, അവിടുത്തെ ഭംഗിയുടെ മാറ്റുകൂട്ടാണ്. എന്തായാലും നമ്മളെ പ്ലോട്ടിൻ്റെ തൊട്ടടുത്തുള്ള പ്രോപ്പർട്ടിയിലൊക്കെ നമ്മൾ കയറി അതിൻ്റെ മുകളിലെ കാഴ്ചകളൊക്കെ കണ്ടു. അപ്പോൾ ഈ ഒരു പരിസരം, ഈ ഒരു ടെമ്പിളും അതിൻ്റെ പരിസരങ്ങളൊക്കെ കാണിക്കണം എന്ന് തോന്നി. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഏരിയയാണ്. അമ്പലത്തിൻ്റെ അടുത്തൊക്കെ വീട് വാങ്ങിക്കാൻ സ്ഥലം വാങ്ങിക്കണം എന്നൊക്കെ നിരവധി ആളുകളാണ് നമുക്ക് വിളിക്കാറും അതുപോലെ തന്നെ മെസ്സേജൊക്കെ അയക്കാറുള്ളത്. അങ്ങനെയുള്ള ആളുകളൊക്കെ മറക്കാതെ ഈ വീഡിയോ കാണണേ. അത് മാത്രമല്ല, നേരിട്ട് വന്ന് ഈ ഒരു പരിസരമൊക്കെ ഒന്ന് കാണുക വേണം. എന്തായാലും നമ്മുടെ നമ്മൾ കാണിച്ച പ്രോപ്പർട്ടിയുടെ തൊട്ടടുത്തുള്ള ഒരു വീടിൻ്റെ മുകളിൽ കയറിയിട്ട് നമ്മളൊരു കാഴ്ച കാണിക്കുന്നുണ്ട്. അതായത് റോഡാണ്, മെയിൻ ഹൈവേയിൽ നിന്ന് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ഒരു 1.5 കിലോ പെട്രോൾ പമ്പ് കഴിഞ്ഞ് അടുത്ത റൈറ്റിൽ കയറി കഴിഞ്ഞാൽ കടമ്പഴിപ്പുറം, അതായത് പാലക്കാട് ചെറുപ്പശ്ശേരി കോഴിക്കോട് ഈ ഒരു ഹൈവേയിൽ നിന്ന് വളരെ അടുത്ത് ഒരു 2 കിലോമീറ്റർ താഴെ മാത്രമാണ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം. ഒരു ജനലിനകത്തൂടെ, നമ്മൾ തൊട്ടടുത്ത വീടിൻ്റെ ജനലിനകത്തൂടെ നോക്കുന്ന ഒരു കാഴ്ചയാണ്. കണ്ടു കഴിഞ്ഞാൽ രാവിലെ തന്നെ ഈ ജനലൊക്കെ തുറന്ന് പുറത്തേക്ക് നോക്കിയുള്ള ആ ഒരു വൈബ് വേറെ തന്നെ. അതുപോലെ തന്നെ അപ്സ്റ്റെയറിൽ കയറിയിട്ട് നമ്മൾ ചുറ്റും കണ്ണോടിച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോരാനേ തോന്നില്ല. അത്രയ്ക്ക് മനോഹരമായൊരു സ്ഥലമായതുകൊണ്ട് മാത്രമാണ് ഇതെല്ലാം കാണിച്ചത്.